ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കളയുന്ന ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതല്ല ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് കളയുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കുകയും ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു ഫോട്ടോ, ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുന്നു, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുള്ളായിട്ട് നമ്മൾ മാറ്റുവാണ്. ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരിച്ചോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുൾ മാറ്റിയിട്ട് പിന്നെ ഇന്ത്യയിൽ നിൽക്കുന്നതാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിച്ചോ, അതിനെ ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് നമ്മൾ അമേരിക്കയിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് മാറ്റുന്നത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ മാറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേക ആപ്പും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഞാനൊന്നും ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ഓൺലൈൻ സൈറ്റ് വഴി തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് നിങ്ങൾ പ്രത്യേകം എഡിറ്റ് ചെയ്ത് ഭയങ്കര സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സൈറ്റാണ് online.photoscissors.com. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. online.photoscissors.com എന്നുള്ള സൈറ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ആ സൈറ്റ് എടുക്കുക. ആ സൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞുണ്ടോ. അപ്പോൾ അപ്ലോഡ് ഇമേജ് അടിക്കുക. അപ്പം അപ്ലോഡ് ഇമേജ് അടിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങളെ വരും. അപ്പം നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിനെയും സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണിക്കും, ലോഡാകുന്നത് കാണിക്കും. കണ്ടോ, ലോഡാകുന്നത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോഡായി കഴിഞ്ഞ് ലോഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ബാഗ് ആണ് ഇതിനകത്ത് ഇവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ബാഗ്. ഇപ്പോൾ ഇത് വേണ്ടാത്ത ഭാഗമാണ് ഈ ചുവപ്പ് കൊണ്ട് മാർക്ക് ചെയ്തത്. അപ്പോൾ വെറുതെ നമുക്ക് ഇത് മാർക്ക് ചെയ്യണമെന്നില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തത് കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്താൽ തെറ്റാണ്. അതായത് വേണ്ടുന്ന ഭാഗം മാത്രം ആ പച്ച ഭാഗം ഒന്ന് അമർത്തുക. ഇതിപ്പോൾ വേണ്ടാത്ത ഭാഗത്തുമാണ് ഈ പച്ചയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ ഹെയറൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു മഞ്ഞ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പം എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതിനകത്ത് പച്ച കണ്ടോ, പച്ച ആഡ് തന്നെ പച്ച, അതൊന്ന് അമർത്തുക. അപ്പോൾ ആഡ് എന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്ത് ഇത് നമുക്ക് വേണ്ടുന്ന ഭാഗമാണ്. കുറച്ച് ഭാഗം സെലക്ട് ചെയ്താൽ മതി. ഇപ്പം മമ്മൂട്ടിയാണെങ്കിൽ ഈ ഭാഗം അത് വേണ്ടുന്നതാണ്. പിന്നെ വേണ്ടാത്ത ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗങ്ങൾ നമുക്ക് വേണ്ട, ഈ ഭാഗങ്ങൾ നമുക്ക് വേണ്ട. പിന്നെ ഈ മഞ്ഞ എന്ന് വെച്ചാൽ ഹെയറിൻ്റെയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ മമ്മൂട്ടീൻ്റെ ഈ ഹെയറിൻ്റെ ഭാഗത്ത് മാത്രം, അപ്പോൾ പുറത്തും പോയിട്ടുണ്ട്, അതങ്ങനെ ആകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് അതിനെ ഇറേസർ കൊണ്ട് അതിനെ ഇറേസ് ചെയ്ത് കളയണം. ഇറേസർ എടുക്കുക, ജസ്റ്റ് ഇറേസ് ചെയ്ത് കളയുക. നമുക്ക് ആ ഹെയർ മാത്രം മതി, മഞ്ഞ ഹെയറിനാണ്. ജസ്റ്റ് ഒന്ന് ഹെയർ തട്ടിയാൽ മാത്രം മതി. വേണ്ട, ഇങ്ങനെ ഹെയർ മാത്രം ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അതിനായില്ലേ. ഇനി നമുക്ക് ഏത് ഇമേജാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഇമേജ് നിങ്ങൾക്ക് കൊടുക്കണം. അതിന് വേണ്ടി മോൾ വേണ്ട, റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു ഇൻറ്റു മാർക്ക് കണ്ടോ, അതിന് തൊട്ടിപ്പുറത്തൊരു ബട്ടൺ കണ്ടോ, അതിന് ഇപ്പുറത്താണ് സേവ്, അതിന് നടുക്കൊരു ബട്ടൺ കണ്ടോ, ഇങ്ങനെ 3 ഹൊറിസോണ്ടൽ ലൈന്, അതിലൊന്ന് അമർത്തുക. അതിനെ അമർത്തിയിട്ട് ഈ സ്റ്റാർ കണ്ടോ, സ്റ്റാറിന് ഇപ്പുറത്ത് നടുക്ക് ഇരിക്കുന്ന ഒരു ഇത് കണ്ടോ, ഒരു സ്ക്വയർ കണക്ക്, അതൊന്ന് അടിക്കുക. അതിനകത്ത് ഇപ്പം ട്രാൻസ്പാരൻ്റ് എന്ന് കൊടുക്കുന്നത്, അപ്പോൾ അത് മാറ്റിയാൽ മതി. ട്രാൻസ്പാരൻ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ കളർ വേണമെങ്കിൽ കൊടുക്കുക. കണ്ടോ, സോളിഡ് കളർ എന്ന് വെച്ചാൽ പച്ചയോ മഞ്ഞയോ ചുവപ്പോ അങ്ങനെ കൊടുക്കുക. പിന്നെ ഇമേജ് കൊടുക്കുക, ഒറിജിനൽ കളറാണ് വേണ്ട, നമുക്ക് ഇമേജ് ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സെലക്ട് ഇമേജ്, അപ്പം നിങ്ങളുടെ ഫോണിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം നിങ്ങൾ. അപ്പോൾ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. എന്നിട്ട് ഫയൽസ് കൊടുക്കുക. ഫയൽസിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ താജ്മഹലിൻ്റെ ഇത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ താജ്മഹൽ നമ്മൾ കൊടുത്ത് ഇനി സേവ് അടിച്ചാൽ മതി. ഈ സേവ് ബട്ടൺ അടിക്കുക. അപ്പം ഡൗൺലോഡ് ലോ റെസൊല്യൂഷൻ മതി. പർച്ചേസ് അല്ലെങ്കിൽ പിന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ലോ റെസൊല്യൂഷൻ മതി. ഡൗൺലോഡ് അമർത്തുക. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡായി. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുൾ മാറിയിട്ട് എന്തായി, ഇപ്പോൾ ഇതിൻ്റെ ഇതായി. കണ്ടോ, താജ്മഹലിൻ്റെ ഇത് വന്നുണ്ടോ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോയും ഇതിനൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഇതുമില്ല, ആപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഓൺലൈനിൽ ഈ സൈറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും എൻ്റെ വീഡിയോയിൽ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.